വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. ഞാൻ ഇന്നിവിടെ മുട്ട കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഈ ഒരു മുട്ടയുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം. ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. $25 ഗ്രാം ബട്ടറാണ് ഇതിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് അതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട ഒഴിച്ച് ഈ സൈഡൊക്കെ ഒന്ന് ഇതായി വരുമ്പോൾ, വെന്ത് വരുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ഒതുക്കി കൊടുക്കണം. ഇങ്ങനെ ഇതുപോലെ ഒതുക്കി കൊടുത്താൽ മതിയാകും. ബാക്കി അതുപോലെ വീണ്ടും ഇങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ മതിയാകും. വേവുന്നതനുസരിച്ച് അതുപോലെ ആക്കി കൊടുത്താൽ മതിയാകും. ഇതുപോലെ ഇങ്ങോട്ട് ആക്കി കൊടുക്കണം. വേവാത്തത് വീണ്ടും ഇങ്ങോട്ട് ചരിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി കുറച്ചുകൂടിയേ വേവാനുള്ളൂ. കുറച്ച് ഭാഗം കൂടി വേകാനുണ്ട്. ആ ഭാഗവും വെന്ത് വരുന്നു. ഇതുപോലെ ഇങ്ങോട്ട് നീക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങോട്ടും മാറ്റി കൊടുക്കാം. ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയെടുക്കാം. ഇതെന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പീസും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതാക്കി എടുത്താൽ മതിയാകും. കുറച്ചുകൂടി മറിച്ചിടാനുണ്ട്. എല്ലാം മറിച്ചിട്ട് കഴിഞ്ഞു. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടി. ഇതുപോലെയാണ് വേവിച്ച് എടുക്കാനുള്ളത്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അതേ പാനിൽ തന്നെ ഒരു 40 ഗ്രാം ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് അലിയിച്ചു കൊടുക്കാം. അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് അതേ പാനിലാണ് ഞാൻ ഈ ബട്ടർ ഇട്ടത്. ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കട്ട കെട്ടാതെ അതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പാല് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി മല്ലിയിലയും, ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ്, ഉള്ളിത്തണ്ടും ഇട്ട് കൊടുക്കാം. ഉള്ളിത്തണ്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 നുള്ളു ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പുപൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കാം. ഇട്ടിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണിത്. എത്ര കഴിച്ചാലും ഇത് മതിയാവത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണിത്. കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണിത്. ഇതൊന്ന് ഇതിൽ യോജിക്കുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇളക്കി കൊടുത്താൽ മതിയാകും. ഇത് തയ്യാറാക്കുമ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനേ ചേർക്കാവൂ. ഉപ്പ് കൂടി പോകരുത്. ഇതിപ്പോൾ പാകത്തിനുള്ള ഉപ്പൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.